JSK സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി. നേരത്തെയും സമാന പേരിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നതെന്ന് കോടതി ചോദിച്ചു. ജാനകി എന്ന പേരിന് പകരം മറ്റേതെങ്കിലും പേര് വെച്ചാൽ കുഴപ്പമില്ലെന്നാണോ പറയുന്നതെന്നും കോടതി ചോദിച്ചു. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന ചേരുകയാണ്. ഷബ്ന, അണിയറ ആകെയുള്ള ആശ്രയം ഇനി കോടതിയിൽ മാത്രമാണ്. അവിടെ നിന്നാണ് ഇത്തരമൊരു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എത്തരത്തിലായിരുന്നു ഷബ്ന ഹൈക്കോടതിയുടെ ഇടപെടൽ? ഇതിൽ സെൻസർ ബോർഡ് ചില കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ജാനകി എന്ന പേര് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് സെൻസർ ബോർഡ് ഇന്ന് കോടതിയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ചിത്രത്തിന്റെ പേര് എന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണുന്നതിന് വിലക്കുണ്ട് എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്ന വാദത്തിനിടെ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് എന്നതായിരുന്നു സെൻസർ ബോർഡ് ഇതിന് മറുപടിയായി പറഞ്ഞത്. സിനിമകൾക്ക് എന്ത് പേര് നൽകിയാൽ എന്ത് എന്ന് സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു. ജാനകി എന്നും ഗീതയെന്നും ഉള്ളത് എല്ലാവരും ഉപയോഗിക്കുന്ന പേരല്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് നാഗരേഷിന്റെ ചോദ്യം. ജാനകിയുടെ പേര് വേണ്ട, മറ്റ് പേര് നൽകണമോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാവുന്ന ഉള്ളടക്കം സിനിമയിലുണ്ട് എന്ന് സെൻസർ ബോർഡ് ഇതിന് വീണ്ടും മറുപടി അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് സെൻസർ ബോർഡിന്റെ കൃത്യമായ റിപ്പോർട്ട് രേഖാമൂലം നൽകണം എന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുള്ളത്. ഏതായാലും റിലീസിംഗ് തീയതി നിശ്ചയിച്ചിരുന്ന പ്രകാരം അത് നടക്കില്ല എന്ന് ഉറപ്പായി. കാരണം തിങ്കളാഴ്ച ഇനി കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ഈ സിനിമ റിലീസിംഗ് നടക്കുക. ശരി ഷബ്ന.